ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ ബേസ്ഡ് ഒരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് എപ്പോൾ എന്നൊക്കെ വീഡിയോ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. അത് കഴിഞ്ഞ് നമുക്ക് പാക്കലാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ തറവാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ നാളെയാണ് ട്രാവൽ പോകുന്നത്. അപ്പം അതിന് മുന്നേ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ. ഓക്കെ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ്. അവിടെ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്. ഒരുവിധം എല്ലാ ലഗേജും ഞങ്ങൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങാൻ പോവാം. രാവിലെ എണീറ്റു. ഇന്നാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇത്രയും നേരമായിട്ട് പറഞ്ഞില്ല. ഞാനും കുഞ്ഞും പപ്പയും അമ്മയും എല്ലാവരും തിരിച്ച് US പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട് ചെറിയൊരു പ്രെയർ ഉണ്ട്. അപ്പോൾ ആ പ്രെയർ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു കഴിഞ്ഞു. നമ്മളിപ്പോൾ 6 months നാട്ടിൽ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് US പോണത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഓക്കെ. അപ്പം നമ്മൾ നെടുമ്പാശ്ശേരിയിലെത്തി. ഇവിടെ ആക്ച്വലി ഒട്ടും തന്നെ തിരക്കില്ല. കാരണം അറിയാമല്ലോ, കൊറോണയുടെ ഇതും എല്ലാം കാരണം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്നവർ വളരെ കുറവാണ്. എയർപോർട്ടിനകത്താണെങ്കിലും അധികം തിരക്കൊന്നുമില്ല. ഞങ്ങളിപ്പോൾ എല്ലാ ക്ലിയറൻസും ഒക്കെ ചെക്കിനെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിനകത്തേക്ക് കടന്നു. ഇത് നമ്മളവിടെ ബോർഡിങ്ങിന് തൊട്ട് മുന്നേ നമ്മളിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ആദ്യം സോഫയൊക്കെ ആയിരുന്നു പണ്ട്, കുറച്ച് ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ. പക്ഷേ ഇപ്പോൾ അവർ ചെയേഴ്സ് ഇട്ടിട്ട് ആ അകലം പാലിച്ചൊക്കെയാണ് വെച്ചിരിക്കണേ. ഓക്കെ, നമ്മളിപ്പോൾ ബോർഡിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഷീൽഡും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി
നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ ഫ്ലൈറ്റിൻ്റെ ഇൻസൈഡിലുള്ള വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഒത്തിരി ടയേർഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോയി. അതാ പറ്റിയത്. ഇനി നമ്മളെന്തായാലും ഡൽഹി ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് എന്താ പറയുക, കസ്റ്റംസ് ക്ലിയറൻസും അതുപോലെ ഇമിഗ്രേഷനും അങ്ങനെ ചെക്ക് ഇൻ ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. കാരണം നമുക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന ഭാഗത്തൊന്നും വീഡിയോസ് എടുക്കാൻ പാടില്ല. എനിവേ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണിത്. ഒത്തിരി വലിയ എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ എയർപോർട്ടിൽ. നമ്മളെപ്പോഴും എമിറേറ്റ്സും അല്ലെങ്കിൽ ഖത്തറും വഴിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണെങ്കിൽ ഒത്തിരി വലുതാണ്. അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങിക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, അവിടെയും തിരക്ക് കുറവാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഒത്തിരി ആൾക്കാരൊന്നും അധികം ഇല്ല. ഉള്ളവരാണെങ്കിലും മാസ്ക് ഒക്കെ വെച്ച് ആ സേഫ്റ്റി ഇതൊക്കെ നോക്കി തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിവേ, ഞങ്ങളവിടെ ഒരു 5-6 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരാപ്പാര നടന്നു. പിന്നെ സിയാനുള്ള കാരണം ടൈം പോകണമെന്ന് നമുക്ക് അറിയേയില്ല. സിയാനയുടെ ഐപാഡായിട്ട് പോവണ്ടേ? എപ്പോഴാ പോവാം? ഓക്കെ, അപ്പോൾ നമുക്ക് ബോർഡിങ്ങിൻ്റെ ടൈമായിരുന്നു. ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരെ ഷിക്കാഗോയിലേക്കാണ് പോകുന്നത്. ഷിക്കാഗോയിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, ആണോ? ഓ, നമ്മളിപ്പോൾ ഷിക്കാഗോ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ആ വിൻഡോയുടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സൺറൈസ്, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അത് കൂടാതെ നമ്മൾ ലാൻഡിങ്ങിന് ഇങ്ങനെ താഴത്തോട്ട് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ക്ലൗഡ്സിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഇത് കാണാം. ഞാൻ അതിൻ്റെ കുറച്ച് ഒരു ക്യാപ്ചർ എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെറ്റ് ക്ലൗഡ്സ്, അതിൻ്റെ മിഡിലായിട്ട് സൺറൈസ്. ഭയങ്കര ഒരു ഫീലാണ് അത് കാണാനായിട്ട്. വൺസ് ഇൻ എ ലൈഫ് ടൈമിൽ ചിലപ്പോൾ കിട്ടുന്നൊരു അവസരമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഞാനിത് ആദ്യമായിട്ടാണ്. ഇത്രയും ടൈം ഞാൻ ഒത്തിരി ഫ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഇനി നമ്മൾ ഷിക്കാഗോയിൽ ചെന്ന് അവിടുത്തെ ക്ലിയറൻസും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഷിക്കാഗോയിലെത്തി. ഞങ്ങളുടെ ക്ലിയറൻസും ചെക്കിനും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഷിക്കാഗോയിലല്ല ആക്ച്വലി, ഞാൻ താമസിക്കുന്നത് ഹ്യൂസ്റ്റണിലാണ്, ടെക്സാസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഷിക്കാഗോന്ന് വേറൊരു കണക്ഷൻ ഫ്ലൈറ്റാണ് ഹ്യൂസ്റ്റണിലേക്ക്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഷിക്കാഗോ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ ഹ്യൂസ്റ്റൺ ഫ്ലൈറ്റ് ഏകദേശം ഇപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഹ്യൂസ്റ്റണിലേക്ക് പോകാനുള്ള അടുത്ത ഫ്ലൈറ്റ് കയറുവാണ്. ആക്ച്വലി ഇപ്രാവശ്യം ഇച്ചിരി ഒരു എന്താ പറയുക പാടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ഒരു 2-3 ഫ്ലൈറ്റ് മാറി കയറുക എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കെല്ലാം ഈസി ആയിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം ഇപ്രാവശ്യത്തെ എന്തായാലും ഉള്ള മൊമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റിൽ കയറുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹ്യൂസ്റ്റണിലേക്ക് പോകണം. ഇനി ഹ്യൂസ്റ്റണിലെത്തിയിട്ട് നമുക്ക് കാണാം. നമ്മൾ ഹ്യൂസ്റ്റണിലെത്തി. ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി 1 മന്തിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ പോയത്. പിന്നെ ഈ കൊറോണയുടെ ഇതൊക്കെ കാരണം 6 മാസം നാട്ടിൽ നിന്നു. അത് കഴിഞ്ഞൊരു ലോങ് വെക്കേഷന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹ്യൂസ്റ്റണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിനി അധികം എന്താ പറയുക ക്ലിയറൻസ് ഒന്നുമില്ല. ഓൾറെഡി അത് ഷിക്കാഗോയിൽ കഴിഞ്ഞു ഇമിഗ്രേഷൻ എല്ലാം. അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരെ ഇനി ഞങ്ങളുടെ ലഗേജ് എല്ലാം പിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ലഗേജൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഹസ്ബൻഡ് പ്രവീണ കേട്ടോ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത്. കണ്ടില്ലേ, ആ റെഡ് ട്രക്കിലാണ് ആൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ വരുന്നുണ്ട്. സിയാൻ ഓൾറെഡി ഒച്ചയും ബഹളമൊക്കെ എടുക്കാൻ തുടങ്ങി. അവൾക്ക് മനസ്സിലായി പപ്പയുടെ വണ്ടിയാണ് എന്നുള്ളത്. ഓക്കെ, ഞങ്ങളത് ഹ്യൂസ്റ്റണിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ അധികം ഓൾറെഡി ഇത് വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ലവ് യു ഓൾ. ടേക്ക് കെയർ.